റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു കോള് വന്നു. അർജൻറ്റായിട്ട് വീണ്ടും സ്റ്റുഡിയോയിലേക്ക് വരണം, ആ പാട്ട് മാഞ്ഞു പോയെന്നും പറഞ്ഞ്. റെക്കോർഡിങ്ങിന് പോകുമ്പോഴും പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ അനവധി രസകരമായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതിലൊരു അനുഭവമാണ് ആലാപ് സ്റ്റുഡിയോയിൽ, എറണാകുളത്ത് ആലാപ് സ്റ്റുഡിയോയിൽ ഞാനൊരു റെക്കോർഡിങ്ങിന് പോയി. അവരുടെ ആ ഒരു റെക്കോർഡിംഗ് സിസ്റ്റമൊക്കെ ആദ്യമായിട്ട് അവർ പുതിയതായിട്ട് അവിടെ കൊണ്ടുവന്ന സമയമായിരുന്നു. അപ്പം റെക്കോർഡിസ്റ്റും ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാനൊരു പാട്ട് പാടി, സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ ഞാൻ കുറേ പ്രാവശ്യം പാടി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് സന്ധ്യയായെന്ന് തോന്നി. ഞാനും ഹസ്ബൻഡും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോരാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു കോള് വന്നു. അർജൻറ്റായിട്ട് വീണ്ടും സ്റ്റുഡിയോയിലേക്ക് വരണം, ആ പാട്ട് മാഞ്ഞു പോയെന്നും പറഞ്ഞ്. അങ്ങനെ ഞാനും ഹസ്ബൻഡും വീണ്ടും ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു പോയി വീണ്ടും ആ പാട്ട് പാടിയ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അതൊക്കെ വളരെ രസകരമായ അനുഭവമാണ്. പിന്നെ ഏതൊരു ഗായകർക്കും അവരുടേതായ പാട്ടുകൾ കേട്ടിട്ട് ആൾക്കാർ വന്ന് വളരെ നല്ല അഭിപ്രായം പറയുമ്പോൾ നല്ലതായിരുന്നു, അല്ലെങ്കിൽ നല്ല ഫീൽ കൊടുത്ത് ജിജി പാടി ഭയങ്കര രസമായിരുന്നു കേൾക്കാനെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നും. അങ്ങനെ ഉണ്ടായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്.